കർത്താവിന്റെ ന്യായവിസ്താരത്തെ പറ്റിയും തുടർന്നുള്ള ക്രൂശീകരണത്തെ പറ്റിയും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് ചുരുക്കമായിട്ട് വേഗത്തിൽ ഈ വിവരണങ്ങളൊക്കെ വളരെ വ്യക്തതയോടെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി വിശദമാക്കേണ്ടതായ ആവശ്യമില്ല. നമുക്ക് പരിചിതമായ സംഭവങ്ങൾ തന്നെയാണ്. നല്ല വേഗത്തിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. കർത്താവിന്റെ ന്യായവിസ്താരം, ട്രയൽ, രണ്ട് തരത്തിലുള്ള ട്രയലാണ് കർത്താവ് അവിടെ നേരിടുവാനായിട്ട് ഇടയാവുന്നത്. ഒന്ന്, മതപരമായ ഒരു ന്യായവിസ്താരം നേരിടുന്നുണ്ട്. രണ്ട്, രാഷ്ട്രീയപരമായ നിയമപരമായ ഒരു ന്യായവിസ്താരവും കർത്താവ് നേരിടുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ കർത്താവിനെ ന്യായം വിസ്തരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ മതപരമായ ന്യായവിസ്താരം നടത്തുന്ന ആരാണ്? ആദ്യം ഹന്നാസ് നടത്തുന്നു, അതിനുശേഷം കയ്യാഫാവ് നടത്തുന്നു, പിന്നീട് സെന്നിദ്രിൻ സംഘത്തിൽ കർത്താവിനെ ന്യായവിസ്താരം ചെയ്യുന്നു. നിയമപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ന്യായവിസ്താരം നടത്തുന്നത് ഒന്നാമത് പീലാത്തോസ് നടത്തുന്നു. പീലാത്തോസ് ഹെരോദാവിന്റെ അടുക്കലേക്ക് അവനെ അയച്ച് ഹെരോദാവിന്റെ ഒരു ന്യായവിസ്താരം നടക്കുന്നു. വീണ്ടും പീലാത്തോസിന്റെ അടുക്കലേക്ക് മടക്കി അയക്കുകയും പീലാത്തോസ് അവനെ ന്യായം വിധിക്കുകയും ശിക്ഷയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മതപരമായും നിയമപരമായും റിലീജിയസ് ആയിട്ടും ലീഗലായിട്ടുമുള്ള രണ്ട് ട്രയലാണ്, ന്യായവിസ്താരമാണ് കർത്താവിന്റെ കാര്യത്തിൽ നടന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ട്രയൽ നടക്കുന്നതിനുള്ള കാരണം? നമ്മൾ പറഞ്ഞു, ഈ സെന്നിദ്രിൻ സംഘം യഹൂദന്മാരുടെ ഒരു ഹൈക്കോടതിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുറ്റം വിധിക്കുവാനുള്ള അധികാരം അവർക്കാണ്. ന്യായപ്രമാണ സംബന്ധമായി യഹൂദന്മാരുടെ ഇടയിൽ ഏത് കാര്യവും ന്യായം വിധിക്കുന്നത് സെന്നിദ്രിൻ സംഘമാണ്. മുൻകാലങ്ങളിൽ മരണശിക്ഷ വിധിക്കുവാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ കാലമൊക്കെ ആയപ്പോഴേക്കും റോമ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഇവരെന്നുള്ളത് കൊണ്ട് മരണശിക്ഷ, സെന്നിദ്രിൻ സംഘം മരണശിക്ഷ വിധിച്ചാലും ഒരാളെ കൊല്ലണമെങ്കിൽ ആ ശിക്ഷയ്ക്ക് ഭരണാധികാരിയുടെ അല്ലെങ്കിൽ റോമൻ ഭരണാധികാരിയുടെ, ഗവർണറുടെ അടുക്കൽ നിന്ന് അതിന് അംഗീകാരം ലഭിക്കണം. അതുകൊണ്ടാണ് അതുകൊണ്ട് കർത്താവിനെ മരണശിക്ഷയ്ക്ക് സെന്നിദ്രിൻ സംഘം വിധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവനെ കൊല്ലുവാനായിട്ട് അധികാരം ആ കാലഘട്ടത്തിലില്ല. മറിച്ച് ഇത് റോമൻ ഭരണാധികാരിയായിരിക്കുന്ന, ഗവർണർ ആയിരിക്കുന്ന പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പീലാത്തോസ് ഈ ശിക്ഷ അംഗീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവിനെ ശിക്ഷ വിധിക്കുവാനായിട്ട് അല്ലെങ്കിൽ വധശിക്ഷ നൽകുവാനായിട്ട് അവർക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വധശിക്ഷ നൽകി, സെന്നിദ്രിൻ സംഘത്തിൽ വധശിക്ഷ നൽകിയതിന് ശേഷം ഭരണാധികാരിയുടെ അടുക്കലേക്ക് അയക്കണം. ആ ഭരണാധികാരി ആ സമയത്ത് യെരുശലേമിൽ ഉണ്ടെങ്കിൽ അവന്റെ അടുക്കലേക്ക് യെരുശലേമിലേക്ക് അയച്ചാൽ മതിയാവും. കർത്താവിന്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കാണാം. അതുകൊണ്ടാണ് ഏതായാലും ഈ രണ്ട് ട്രയലുകൾ കർത്താവിന് നേരിടേണ്ടതായിട്ട് വന്നത്. അതിൽ ആദ്യത്തെ ട്രയൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ട്രയൽ നമുക്ക് നോക്കാം. ആദ്യം കർത്താവിനെ കൊണ്ടുപോകുന്നത് ഹന്നാവിന്റെ മുൻപിലേക്കാണ്, അല്ലെ? ആദ്യം അവനെ ബന്ധനസ്ഥനാക്കി ഹന്നാവിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. ഹന്നാവ് അപ്പോഴേക്കും വൃദ്ധനായ മനുഷ്യനാണ്, മുൻ മഹാപുരോഹിതനാണ്. ഹന്നാവ് മഹാപുരോഹിതനായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റി അവന്റെ 4 പുത്രന്മാർ പിന്നീട് മഹാപുരോഹിതന്മാരായിട്ട് അധികാരമേറ്റു. അവരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിലവിൽ കയ്യാഫാവ്, ഹന്നാവിന്റെ മരുമകനായിരിക്കുന്ന കയ്യാഫാവാണ് മഹാപുരോഹിതനായിട്ടിരിക്കുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ഹന്നാവിന് യഹൂദന്മാരുടെ ഇടയിലുള്ള സ്വാധീനവും അവന് നൽകിയിരുന്ന ആ പദവിയും ഒന്നും അവന് നഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ഹന്നാവിന്റെ അരമനയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയാവുന്നത്. ഹന്നാസിനും കർത്താവിനോട് വലിയ വൈരാഗ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അർദ്ധരാത്രി കഴിഞ്ഞ് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് നേരം വെളുക്കുന്നതിന് മുൻപ് ഉള്ള സമയം കൊണ്ടുവരുമ്പോഴും കർത്താവിനെ കൊടുക്കുവാൻ തക്കവണ്ണം വൃദ്ധനായ ഹന്നാസ് അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്തു എന്നുള്ളത് ഹന്നാവിന് കർത്താവിനോടുള്ള വൈരാഗ്യം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനൊരു കാരണമുണ്ട്. ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് അവിടെയുള്ള കച്ചവടക്കാരെയൊക്കെ പുറത്താക്കിയതായിട്ട് നമ്മൾ പറഞ്ഞു. ഈ കച്ചവടങ്ങളൊക്കെ ഹന്നാവിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഹന്നാസ് കൈവശമാക്കിയിരുന്ന ആ വലിയ ആദായങ്ങളെയാണ് കർത്താവ് ചോദ്യം ചെയ്ത് പുറത്താക്കുവാനായിട്ടിടയായത്. അതുകൊണ്ട് തന്നെ കർത്താവിനോട്
ഹന്നാവിന് വലിയ വിരോധമുണ്ടായിരുന്നു. ഈ ഹന്നാവ് ചില ചോദ്യങ്ങളൊക്കെ കർത്താവിനെ ചോദിക്കുകയും കർത്താവിനെ നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ന്യായം വിസ്തരിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ചില കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അപ്പോൾ നിലവിൽ മഹാപുരോഹിതനായിരിക്കുന്ന ചുമതലയിലുള്ള തൻ്റെ മരുമകനായിരിക്കുന്ന കയ്യാഫാവിന്റെ അടുക്കലേക്ക് കർത്താവിനെ അയക്കുകയാണ് ചെയ്യുന്നത്. കയ്യാഫാവ് ആ സമയത്തെ മഹാപുരോഹിതനായിട്ടുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായിരിക്കുന്നത് തന്നെ ഈ സന്നിധ്യം സംഘത്തിന്റെ പ്രസിഡന്റും അധ്യക്ഷനും മഹാപുരോഹിതനാണ്, കയ്യാഫാവ് തന്നെയാണ്. അപ്പോൾ യഹൂദന്മാരുടെ മതപരമായ എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ വാക്ക് അല്ലെങ്കിൽ പരമാധികാരി എന്ന് പറയുന്നത് കയ്യാഫാവാണ്. വർഷത്തിൽ ഒരിക്കലാണ് മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അത് ആ മഹാപുരോഹിതനാണ് വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള അധികാരമുള്ളതും കയ്യാഫാവിനാണ്. ഇതിനു മുൻപ് ഒരു മനുഷ്യൻ ഒരു ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞതും ഇതേ കയ്യാഫാവ് തന്നെയാണ് എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ സെന്നിദ്രീം സംഘം അന്ന് രാത്രി തന്നെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ശരിക്കും കയ്യാഫാവിന്റെ അരമനയിൽ എത്തുന്നുണ്ട്. നേരം വെളുക്കുന്നതിന് മുൻപ് സെന്നിദ്രീം സംഘം കൂടുവാനായിട്ട് ശരിക്കും അനുവാദമില്ല, അത് ഇല്ലീഗലാണ്. പകൽ സമയത്ത് മാത്രമേ, നേരം വെളുത്തതിന് ശേഷമേ സെന്നിദ്രീം സംഘം കൂടുവാനായിട്ട് പാടുള്ളൂ. പക്ഷേ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് വിവരം അറിഞ്ഞിട്ട് ഇവര് എല്ലാവരും കൂടി കയ്യാഫാവിന്റെ അരമനയിലേക്ക് ഒരുമിച്ച് കൂടുന്നു. എന്തിനു വേണ്ടിയാണ്? ഒഫീഷ്യലി നേരം വെളുത്തതിന് ശേഷമേ കൂടാൻ സാധിക്കുകയുള്ളെങ്കിലും അതിനു മുൻപ് തന്നെ ഇവർ കൂടി കർത്താവിനെതിരെയുള്ള കുറ്റാരോപണങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ, അത് എല്ലാം ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരം വെളുത്തതിന് ശേഷം ഒഫീഷ്യലി കൂടി ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കുക മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് നിയമത്തിനെതിരാണെങ്കിൽ പോലും ഈ വാർത്ത കേട്ട് സെന്നിദ്രീം സംഘാംഗങ്ങളെല്ലാം രാത്രി തന്നെ ഒരുമിച്ച് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കയ്യാഫാവിന്റെ അരമനയിൽ കർത്താവിനെ നിർത്തിക്കൊണ്ട് കർത്താവിനെ ന്യായം വിസ്തരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. കർത്താവിന്റെ വാക്കുകൾ വളച്ചൊടിച്ചിട്ട് പല ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്. പല ആരോപണങ്ങൾ അവന്റെ നേരെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? കയ്യാഫാവ് ചില ചോദ്യങ്ങളൊക്കെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് മറുപടി പറയുന്നുണ്ട്. ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നത് കേട്ടവരോട് ചോദിക്കുക എന്ന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. ഉടനെ അവിടെ നിന്ന ചേകവരിൽ ഒരാള്, അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളക്കാരിൽ ഒരാള് കർത്താവിനെ അടിച്ചു. ഇങ്ങനെയാണോ മഹാപുരോഹിതനോട് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരണത്തടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ നിയമം അനുസരിച്ച് തന്നെ, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് തന്നെ ഒരിക്കലും ദേഹോപദ്രവം ന്യായവിസ്താര സമയത്ത് കുറ്റം ആരോപിക്കപ്പെട്ട ആളെ ഒരു തരത്തിലും ദേഹോപദ്രവം ഏൽപ്പിക്കുവാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ആ നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ കർത്താവിനോടുള്ള വെറുപ്പ് കൊണ്ട് ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കർത്താവിനെ ന്യായം വിസ്തരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അധികാരികൾ തന്നെ എന്ത് ചെയ്യുന്നു? കർത്താവിനെതിരെ കള്ളസാക്ഷികളെ കൊണ്ടുവരുന്നു. കർത്താവ് അതിനൊന്നും മറുപടി പറയുന്നില്ല. ഈ കള്ളസാക്ഷികൾ ഓരോരുത്തരും വന്ന് കർത്താവ് പല സ്റ്റേറ്റ്മെന്റ്സ്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കർത്താവ് പറഞ്ഞത് തങ്ങൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ ഈ സാക്ഷികളുടെ മൊഴികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമുള്ളത് കൊണ്ട് ഇവർ പറഞ്ഞതൊന്നും ഒരു പോയിന്റിലേക്ക് എത്തുവാൻ, ഇത് കള്ളസാക്ഷ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ടറി ആയിട്ട് മാറുകയാണ്, വൈരുദ്ധ്യമുള്ളതായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അവരുടെ മൊഴികൾക്ക് നിലനിൽക്കുവാൻ കഴിയാതെ പോവുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ഈ മഹാപുരോഹിതന്മാരുടെയും സന്നിദ്രീം സംഘാംഗങ്ങളുടെയും എല്ലാം ക്ഷമ നശിക്കുകയാണ്. എങ്ങനെയാ ഇനിയും കർത്താവിനെ ഒന്ന് കൊല്ലുവാനായിട്ട് കഴിയുക? അവരുടെ ക്ഷമ നശിച്ചിട്ട് കർത്താവിനോടുള്ള വിരോധം വല്ലാണ്ട് കൂടി എങ്ങനെയും കർത്താവിനെ കൊല്ലണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് ആ സമയത്ത് കയ്യാഫാവ് അവനോടൊരു ചോദ്യം ചോദിക്കുവാനായിട്ട്, അത് നിയമപരമായിട്ട് തെറ്റാണ്, നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുന്നു. ഞാനാണ് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഇത് ദൈവദൂഷണം, ഇതാ പറഞ്ഞു, ഇനി മറ്റ് സാക്ഷികളെ ഒന്നും ആവശ്യമില്ല, അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ വധശിക്ഷയ്ക്ക് സന്നിധിരീം സംഘം വിധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? കള്ളസാക്ഷികളുടെ മൊഴികളൊന്നും ഫലിക്കുന്നില്ല. അപ്പോൾ തങ്ങൾക്ക് ഈ വധശിക്ഷ ഉറപ്പാക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവർണറുടെ അടുക്ക് കൊണ്ടുപോയി ഗവർണർ അംഗീകരിക്കണം.
അപ്പൊ ഗവർണറുടെ അടുക്കൽ കൊണ്ടുചെല്ലുമ്പോൾ ഗവർണർ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താണ് ഇവന്റെ പേരിലുള്ള കുറ്റം? അപ്പോൾ തങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം വ്യക്തമായ ഒരു ഉത്തരം വേണം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് തെളിവുണ്ടാക്കുവാൻ വേണ്ടി. പക്ഷെ അതൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കയ്യാഫാവിന് ഒരിക്കലും മഹാപുരോഹിതന് നേരിട്ട് അങ്ങനെ ഒരു ചോദ്യം കുടുക്കുന്ന ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് പാടില്ലാത്തതാണ്. പക്ഷെ കയ്യാഫാവ് ചോദ്യം ചോദിക്കുന്നു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ, പറക. അവിടെ കർത്താവ് സൈലൻസ്, അതുവരെ ഉണ്ടായിരുന്ന കർത്താവിന്റെ മൗനം വെടിഞ്ഞിട്ട് കർത്താവ് ധൈര്യത്തോടെ പറയുന്നു, ഞാനാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ അത് ദൈവദൂഷണമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇനിയും മറ്റ് തെളിവുകളൊന്നും ആവശ്യമില്ല, ദൈവദൂഷണം നമ്മൾ കേട്ടല്ലോ, ഇവനെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സന്നിദ്രീം സംഘത്തിനെ പറ്റി ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ സന്നിദ്രീം സംഘത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഇവരെന്താ ചെയ്തത്? നിയമം ലംഘിച്ചുകൊണ്ട് രാത്രിയിൽ ഇതെല്ലാം ക്രമീകരിച്ചു. വിധി ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും വിധി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയും നേരം ഒന്ന് വെളുത്തു കെട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. ലീഗലി ഇത് കൂടുവാനായിട്ട് നേരം വെളുത്തു കഴിഞ്ഞ് സമയം ലഭിച്ചാൽ ഉടനെ ജസ്റ്റ് ഒഫീഷ്യലി അത് കൂടി കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കേണ്ടത് മാത്രമേ, നാമമാത്രമായിട്ട് ഒരു ആചാരം പോലെ അത് വിധിക്കേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ കാണുന്നു. അതിനായിട്ട് നേരം വെളുത്ത ഉടനെ അവർ തിടുക്കമായി കൂടി എന്ന് വേദപുസ്തക സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചത് ഒഫീഷ്യലി ഈ സന്നിദ്രീൻ സംഘം അത് സ്ഥിരീകരിച്ചു. അപ്പോൾ കയ്യാഫാവിന്റെ അരമനയിലെ ഈ വിസ്താരത്തിന് ശേഷം സന്നിദ്രീൻ സംഘം കൂടുന്നതിനു മുൻപ് ദേവാലയത്തിലെ പടയാളികളും ജനക്കൂട്ടവും യേശുവിനെ പൈശാചികമായിട്ട് മർദ്ദിച്ചപ്പോഴാ രാത്രിയിലുള്ള ന്യായവിസ്താരത്തിന് ശേഷം നേരം വെളുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഇത് കൂടി ഇത് സ്ഥിരീകരിക്കണം. ഇതിന്റെ ഇടയിലുള്ള സമയം ജനക്കൂട്ടവും പടയാളികളും കർത്താവിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവന്റെ മുഖത്ത് തുപ്പുന്നുണ്ട്, മുഷ്ടി ചുരുട്ടി കുത്തുന്നുണ്ട്, ചിലർ അവനെ മുഖത്ത് കന്നത്തടിച്ചു എന്ന് പറയുന്നുണ്ട്, അവന്റെ കണ്ണ് കെട്ടി തല്ലി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ക്രൂരമായ ഈ വിനോദങ്ങളിൽ സന്നിദ്രീൻ സംഘത്തിലെ അംഗങ്ങൾ പോലും പങ്കുചേർന്നു. അത് നിയമവിരുദ്ധമാണ്, പക്ഷെ അതിൽ പങ്കുചേർന്നു. കാരണം എന്താ? അത്രയേറെ വൈരാഗ്യം അവർക്ക് കർത്താവിനോട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സമയമാണ് പുറത്ത് മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്, കർത്താവിനെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. പത്രോസ് ഈ സമയത്ത് നടുമുറ്റത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ ബാക്കി എല്ലാവരും ഓടിപ്പോയപ്പോൾ പത്രോസ് കർത്താവിനെ അനുഗമിച്ച് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് നീയും കർത്താവിനോടുകൂടെ ഉള്ളവനല്ലയോ എന്ന് പത്രോസിനെ ചിലർ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പത്രോസ് ആണയിടുന്നുണ്ട്. ഇതും ഒരുപക്ഷെ കർത്താവിനെ അതുവഴി കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് കേട്ടിരിക്കാം. അതും കർത്താവിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം മുൻകൂട്ടി തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഇന്ന് നേരം വെളുത്ത് കോഴി പോകുന്നതിന് മുൻപേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പത്രോസിനോട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതും അവിടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ഈ സന്നിദ്രീൻ സംഘം നടത്തിയ ന്യായ വിസ്താരത്തിലെ നമ്മളത് പലതവണ നമ്മളിപ്പോൾ പറഞ്ഞു, അത് ഇല്ലീഗലായിരുന്നു, പല കാര്യത്തിലും അത് ഇല്ലീഗലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇല്ലീഗലായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എന്ന് നമ്മളൊന്ന് വേഗത്തിലൊന്ന് നോക്കാം. മിഷ്നായെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, ശാസ്ത്രിമാര് ന്യായപ്രമാണത്തിന്റെ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്ന് പറയുന്ന വലിയ വോള്യങ്ങളായിട്ട് എഴുതിയ ആ ഒരു പ്രബന്ധമാണ് മിഷ്ന എന്ന് നമ്മൾ ഇതിനു മുൻപ് പറയുകയുണ്ടായി. അപ്പോൾ മിഷ്നായില് ഒരു അധ്യായം ഈ സന്നിദ്രീൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ള രൂപരേഖയാണ്. അതിൻ പ്രകാരമാണ് സന്നിദ്രീൻ സംഘവും പ്രവർത്തിക്കേണ്ടത്. ഈ സന്നിദ്രീൻ സംഘത്തിലെ മഹാപുരോഹിതൻ അതിന്റെ അധ്യക്ഷനാണ് എന്ന് നമ്മൾ പറഞ്ഞ മഹാപുരോഹിതനെ കൂടാതെ 70 പേരാണ് സന്നിദ്രീൻ സംഘത്തിലെ അംഗങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ ഈ മിഷ്നായിൽ സന്നിദ്രീൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, കുറ്റാരോപണ വിധേയനായ പ്രതിക്ക്, ആരെയാണോ കുറ്റം വിധിക്കുവാനായിട്ട് അവിടെ ന്യായവിസ്താരം നടത്തുന്നത്, ആ പ്രതിക്ക് എല്ലാ ആനുകൂല്യങ്ങളും, ലഭിക്കുവന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകണം എന്നുള്ളതാണ് സന്നിദ്രീൻ സംഘത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയുടെ അഭിഭാഷകനെ പോലെ, പ്രതിയുടെ അഡ്വക്കേറ്റിനെ പോലെ പെരുമാറണമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഇല്ലാത്ത തെറ്റിന്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടുവാനായിട്ട് പാടില്ല. അപ്പോൾ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ വേണം ആ ന്യായവിസ്താരം നടത്താൻ. എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് പ്രതിക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഈ സന്നിധിൻ സംഘത്തിന്റെ നിയമം എന്ന് പറയുന്നത്. വധശിക്ഷ വിധിക്കുവാനായിട്ട് അവർക്ക് അധികാരമുണ്ട്, എന്നാലും അത് വളരെ റെയറായിട്ട് മാത്രം നടക്കുന്നതായ ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. 7 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ സന്നിധിൻ സംഘത്തെ ഒരു കൊലപാതക സംഘമായിട്ട് കരുതാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് യാതൊരു നിവൃത്തിയുമല്ലാതെ ഒരിക്കലും വധശിക്ഷ വിധിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ന്യായവിസ്താരം നടത്തുന്നത് സംബന്ധിച്ച്, ട്രയൽ നടത്തുന്നത് സംബന്ധിച്ചും കൃത്യമായ നിയമങ്ങളുണ്ട്. കുറഞ്ഞത് 2 സാക്ഷികളുടെ എങ്കിലും മൊഴികൾ ഒരുപോലെ വരണം, കോൺട്രഡിക്ഷൻ ഇല്ലാതെ ഒരുപോലെ വരണം. ഈ സാക്ഷികളെ വേറെ വേറെ ആയിട്ട് വിസ്തരിക്കണം. അപ്പോൾ അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാവാതെ ഏറ്റവും കുറഞ്ഞത് 2 സാക്ഷികളുടെ എങ്കിലും മൊഴികൾ ഉണ്ടാവണം എന്നുള്ളത് അതിലൊരു കാര്യം. ആരോപണങ്ങൾ സ്പഷ്ടമായിരിക്കണം. വെയ്ഗായിട്ടുള്ള ആരോപണങ്ങൾ, അലിഗേഷൻസ് ഒന്നും പാടില്ല. അത് വളരെ കൃത്യമായ ആരോപണങ്ങളായിരിക്കണം. വിസ്താരം പരസ്യമായിരിക്കണം, രഹസ്യമായിട്ട് പാടില്ല. എല്ലാവർക്കും കേൾക്കുവാൻ പാകത്തിന് പരസ്യമായിട്ട് വിസ്താരം നടക്കണം. പ്രതിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. സാക്ഷിമൊഴികളിൽ സ്ഖലിതങ്ങൾ പാടില്ല. സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു ആംബിഗ്വിറ്റിയും പാടില്ല. അത് സാക്ഷിമൊഴികൾ കൃത്യമായിരിക്കണം. സാക്ഷിമൊഴികളാൽ പ്രഥമ ദൃഷ്ടിയിൽ കുറ്റക്കാരനാണ് എന്ന് ബോധ്യം വരുന്നതുവരെ പ്രതിയെ നിർദോഷിയായിട്ട് കരുതണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിമൊഴികൾ വന്നിട്ട് ഇവൻ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിട്ടല്ലാതെ ഇവനെ ഒരു കുറ്റക്കാരനെ പോലെ കാണാനായിട്ട് പാടില്ല. അവൻ ഇന്നസെന്റ് ആണ് എന്നുള്ള തരത്തിൽ വേണം അതുവരെയും പ്രതിയെ ട്രീറ്റ് ചെയ്യുവാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വഭാവ യോഗ്യത ഇല്ലാത്ത ആളുകളെ സാക്ഷികളായിട്ട് പരിഗണിക്കത്തില്ല. ചൂതാട്ടക്കാര്, അന്യായമായിട്ട് പലിശ വാങ്ങുന്നവര്, കവർച്ചക്കാര്, അതുപോലെ പ്രതിയുടെ ബന്ധുമിത്രാദികള്, ചാർച്ചക്കാര്, സുഹൃത്തുക്കള്, ശത്രുക്കള്, ഇങ്ങനെയുള്ള ആരെയും സാക്ഷിയായിട്ട് അംഗീകരിക്കുവാനായിട്ട് പാടില്ല എന്ന് അവിടെയുണ്ട്. അതുപോലെ തന്നെ സാക്ഷികളോട്, പ്രത്യേകിച്ചും വധശിക്ഷ നൽകുന്ന സമയത്ത് സാക്ഷികളോട് നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാമത്തിലെ വാക്യം. നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നുവെന്ന് ഈ സാക്ഷികളെ ഓർമ്മിപ്പിക്കും. കാരണം ഒരിക്കലും കള്ളസാക്ഷ്യം പറയരുത്, ഇതിന് നീ ഉത്തരവാദി ആയിരിക്കുമെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ദേവാലയത്തിന്റെ പ്രാന്തത്തിലുള്ള കൽത്തളത്തിൽ മാത്രമേ ഔദ്യോഗികമായി സംഘം കൂടുന്നതിന് അനുവാദമുള്ളൂ. മുൻപേ നമ്മൾ കണ്ടു കയ്യാഫാവിന്റെ അരമനയിലാണ് കൂടുന്നത്, എന്നാൽ അവിടെ കൂടുന്നതിന് ഔദ്യോഗികമായിട്ട് അനുവാദമില്ല. മരണശിക്ഷ അർഹിക്കുന്ന കേസുകൾ വിചാരണ ചെയ്യുന്നതിന് 23 ന്യായാധിപന്മാരെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ മരണശിക്ഷ അല്ലാത്ത കേസുകളിൽ ഒരു ദിവസം ഇന്ന് തന്നെ ന്യായവിസ്താരം നടത്തി, ട്രയൽ നടത്തി ശിക്ഷ വിധിക്കാം. സാധാരണ ശിക്ഷകളിൽ അല്ലെങ്കിൽ ട്രയൽ നടത്തി അവൻ ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ അന്ന് തന്നെ വെറുതെ വിട്ടയക്കാം, അതിന് തടസ്സമില്ല. എന്നാൽ മരണശിക്ഷയുള്ള കേസുകളിൽ ട്രയൽ ചെയ്യുന്ന അതേ ദിവസം തന്നെ ശിക്ഷ വിധിക്കുവാനായിട്ട് പാടില്ല. പിറ്റേ ദിവസമേ 24 മണിക്കൂർ കഴിഞ്ഞേ ശിക്ഷ വിധിക്കുവാനായിട്ട് പാടുള്ളൂ. എന്തിനു വേണ്ടിയാ പറയുന്നത്? ഈ ട്രയൽ നടന്നു കഴിഞ്ഞിട്ട് 24 മണിക്കൂർ ഈ സന്നിധിൻ സംഘത്തിന്റെ അധ്യക്ഷന്, മഹാപുരോഹിതന് ലഭിക്കണം. വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാനും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ മരണശിക്ഷ ഒഴിവാക്കുവാനും തക്കവണ്ണം 24 മണിക്കൂറെങ്കിലും അങ്ങനെയുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കേസുകളിൽ ട്രയലിനും ജഡ്ജ്മെന്റിനും ഇടയിൽ സമയമുണ്ടായിരിക്കണം എന്നും അവർക്ക് നിയമമുണ്ടായിരുന്നു. അതുപോലെ വലിയ പെരുന്നാളുകൾ നടക്കുന്ന സമയത്ത് അതിന്റെ തലേ ദിവസങ്ങളിലോ ഒന്നും ഇങ്ങനെയുള്ള കേസുകൾ വിചാരണ ചെയ്യപ്പെടാൻ പാടില്ല. ശബത്തിൽ പാടില്ല, പെസഹ പോലെയുള്ള പെരുന്നാളുകളുടെ പശ്ചാത്തലത്തിൽ പാടില്ല. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഇങ്ങനെ ശാന്തമായിട്ട് ചിന്തിക്കുന്നതിന് മഹാപുരോഹിതൻ അവസരം ലഭിക്കുകയില്ല അതിന്റെ തിരക്കുകൾ മൂലം. അതുകൊണ്ട് വധശിക്ഷ പോലെയുള്ള കേസുകൾ പെരുന്നാളുകളുടെ മുൻപോ ശബത്ത് ദിവസങ്ങളിലോ ഒന്നും വിധിക്കുവാനായിട്ട് അധികാരമുണ്ടായിരുന്നില്ല എന്ന്. ഇതൊക്കെയാണ് അവരുടെ സന്നിധിൻ സംഘത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കർത്താവിന്റെ കാര്യത്തിൽ, കർത്താവിനെ ന്യായം വിധിക്കുന്നിടത്ത്
ഈ നിയമങ്ങളെല്ലാം തെറ്റിക്കപ്പെടുന്നതായിട്ട്, ഇല്ലീഗലായിട്ട് ഉള്ള ഒരു സംഘം ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാ അതിൻ്റെ അകത്ത് ഇല്ലീഗൽ കാര്യങ്ങൾ? ഒന്ന്, യേശുവിൻ്റെ പ്രധാന വിസ്താരം നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. അതായത് പകലെ നടക്കുവാനായിട്ട് പാടുള്ളൂ. ഇത് രാത്രിയിലാണ് ഈ കർത്താവിൻ്റെ വിസ്താരം നടക്കുന്നത്. വിസ്താരവും വിധിയും പെട്ടെന്ന് തന്നെ നടന്നു, അതും പെസഹ പെരുന്നാളിൽ. ഇത് രണ്ടും പാടില്ല എന്ന നിയമമുണ്ട്. വധശിക്ഷ വിധിക്കുന്നത് വിസ്താരം നടന്ന് 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞായിരിക്കണം, പെരുന്നാളിനോട് ചേർന്ന് പാടില്ല. പക്ഷേ കർത്താവിൻ്റെ കേസിൽ ഈ രണ്ട് കാര്യങ്ങളും മാറുകയുണ്ടായി. അതേ ദിവസം അതേ വിസ്താരം നടന്ന് അപ്പോൾ തന്നെ മരണശിക്ഷ വിധിക്കുന്നു, അതും പെസഹ പെരുന്നാളിന്റെ സമയത്ത് മരണശിക്ഷ വിധിക്കുന്നു. യേശുവിന്റെ വിധി കൽപ്പിക്കുന്ന കോടതി തന്നെയാണ് അവനെ കേസ് ചമയ്ക്കുകയും ദ്രോഹവൃത്തിക്ക് വേണ്ടി യൂദായ്ക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്തത്. ആരാണോ ന്യായം വിസ്തരിച്ച് നീതി കണ്ടുപിടിക്കേണ്ടത്, അതേ ആളുകൾ തന്നെയാണ് കർത്താവിനെതിരെ കള്ളസാക്ഷികൾ കൊണ്ടുവരുന്നത്, കർത്താവിനെതിരെ കേസ് ഉണ്ടാക്കുന്നത്, യൂദായ്ക്ക് കൈക്കൂലി കൊടുക്കുന്നതും ഇതേ ആളുകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്പഷ്ടമായ കുറ്റാരോപണങ്ങളോടുകൂടിയല്ല വിസ്താരം ആരംഭിച്ചത്. അത് നമ്മൾ പറഞ്ഞു, കുറ്റാരോപണം കൃത്യമായിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കർത്താവിന്റെ കാര്യത്തിൽ കുറ്റാരോപണം എന്താണെന്ന് പോലും അറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ പല ചോദ്യങ്ങൾ ചോദിച്ചു, കള്ളസാക്ഷികളെ കൊണ്ടുവന്നു, അതിൽ നിന്നൊന്നും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം മഹാപുരോഹിതൻ തന്നെ നേരിട്ടൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ കൃത്യമായ കുറ്റങ്ങളോടെ അല്ല കർത്താവിന്റെ ന്യായവിസ്താരം നടന്നത്. അതുപോലെ സെന്നിദ്രീമിന്റെ അധ്യക്ഷനായ കയ്യാഫ തന്നെയാണ് കേസ് നടത്തിപ്പിലെ പ്രധാനിയായിട്ട് വരുന്നത്. പ്രതിക്ക് പ്രതികൂലമായ വസ്തുത ലഭിക്കുന്ന ചോദ്യം ചോദിക്കുവാൻ പാടില്ല എന്ന, അല്ലെങ്കിൽ പ്രതിയെ കുടുക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുവാൻ പാടില്ല എന്ന. എന്നാൽ ഇവിടെ അതിന്റെ അധ്യക്ഷൻ തന്നെ കർത്താവിനെ കുടുക്കുവാൻ തക്കവണ്ണമുള്ള ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നത് നമ്മൾ കാണുന്നു. പ്രതിക്ക് വേണ്ടി സാക്ഷികളെ ഒന്നും വിസ്തരിച്ചില്ല. കർത്താവിനെതിരെയുള്ള കള്ളസാക്ഷികളെയാണ് വിസ്തരിക്കുന്നത്. കർത്താവിന് അനുകൂലമായ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷികളെ ആരെയും വിസ്തരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. 2 തവണ കർത്താവിനെ കയ്യേറ്റം ചെയ്യുന്നതായിട്ട്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന്, ചേകവർ മഹാപുരോഹിതന്റെ ചേകവൻ കർത്താവിന്റെ കന്നത്തടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ വിസ്താരത്തിന് ശേഷം പടയാളികളും ജനക്കൂട്ടവും ചേർന്ന് കർത്താവിനെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. വിധി പറയുന്നത് വരെ ഒരു നിർദോഷി എന്ന വണ്ണം പ്രതിയെ കണക്കാക്കണമെന്നുള്ളിടത്ത് അവനെ യാതൊരു ദേഹോപദ്രവവും ഏർപ്പിക്കുവാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് കർത്താവിനെ 2 തവണ മർദ്ദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇങ്ങനെ എല്ലാ തരത്തിലും അനീതി നിറഞ്ഞ ഒരു ന്യായവിസ്താരമാണ് കർത്താവിന് നേരിടേണ്ടി വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ട്രയൽ കഴിഞ്ഞ്, ആദ്യത്തെ ന്യായവിസ്താരം കഴിഞ്ഞു. അതിനുശേഷമാണ് ലീഗലായിട്ടുള്ള ഒരു ട്രയലിലേക്ക് പോകുന്നത്, പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഇവർ വിധിച്ചിരിക്കുന്ന മരണശിക്ഷ, വധശിക്ഷ ഭരണാധികാരി അത് അംഗീകരിച്ച് നൽകണം. അപ്പോൾ കയ്യാഫാവും സെന്നിദ്രീൻ സംഘവും നൽകിയ വധശിക്ഷ നടപ്പാക്കുവാൻ അനുമതിക്കായിട്ട് യേശുവിനെ വിലങ്ങ് വെച്ച് എവിടേക്ക് കൊണ്ടുപോകുന്നു? അതിരാവിലെ തന്നെ റോമാ ഗവർണറായ പീലാത്തോസിന്റെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പീലാത്തോസ് ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ് ഇവന്റെ പേരിലുള്ള കുറ്റം എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ യഹൂദന്മാർ പരുങ്ങി പോകുന്നുണ്ട്. കാരണം കർത്താവിന് നേരെ ഇവരുന്നയിച്ചേക്കുന്ന കുറ്റം എന്താണ്? ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ റോമാക്കാരനായ പീലാത്തോസിനെ സംബന്ധിച്ച് അത് മരണശിക്ഷ നൽകേണ്ട ഒരു വലിയ ഗൗരവമുള്ള കുറ്റമായിട്ട് പീലാത്തോസ് ഒരിക്കലും കരുതുകയില്ല. അതുകൊണ്ട് പീലാത്തോസിന്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ യഹൂദന്മാർ പരുങ്ങി. എന്താണ് ഇവന്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുവാൻ അവർക്ക് ഉത്തരമില്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ അതിന് മറുപടി പറയുന്നത് എന്താ? കുറ്റക്കാരനല്ലെങ്കിൽ, കുറ്റമില്ല എങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവരികയില്ലായിരുന്നല്ലോ എന്ന് മറുപടി പറയുന്നത് നമ്മൾ കാണുന്നു. അതിന്റെ ശേഷം പീലാത്തോസിന്റെ മുൻപിൽ വിവിധ കുറ്റങ്ങൾ യേശുവിന്റെ പേരിൽ അവർ ആരോപിക്കുവാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ചും അതുവരെയുള്ള കുറ്റങ്ങളൊന്നും അല്ല പറയുന്നത്. അതുവരെ സെന്നിദ്രീൻ സംഘം വിധിച്ച കുറ്റം എന്താണ്? ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പീലാത്തോസ് പറയുമ്പോൾ അവർ പുതിയ ചില കുറ്റങ്ങളാണ് കർത്താവിന്റെ പേരിൽ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നെന്താണ്? ആദ്യത്തെ കുറ്റാരോപണം അവർ പുതിയതായിട്ട് പറയുന്നത് 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, അവൻ ജാതിയെ മറിച്ച് കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അവൻ കലാപം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കലക്കമുണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. 2, അവൻ കൈസർക്ക്
കരം കൊടുക്കുന്നത് വിലക്കുന്നു, ചക്രവർത്തിക്ക് ടാക്സ് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. കർത്താവ് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. 3, അവൻ രാജാവാകുന്നുവെന്ന് അവകാശപ്പെടുന്നു. ഇങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള ചില പുതിയ കാരണങ്ങൾ കർത്താവിന്റെ മേൽ ആരോപിച്ച് അത് പീലാത്തോസിനോട് പറയുവാനായിട്ട് അവര് ശ്രമിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് പീലാത്തോസ് എന്ത് ചെയ്യുന്നു? കർത്താവിനെ ന്യായം വിസ്തരിക്കുവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ കർത്താവിനോട് ചോദ്യം ചോദിച്ച അനേക കുറ്റവാളികളെ ഇതിനു മുൻപ് ന്യായം വിസ്തരിച്ചിട്ടുള്ള പീലാത്തോസിന് കർത്താവിനുമായിട്ട് ഇടപെട്ട ആദ്യം തന്നെ മനസ്സിലായി, യഹൂദന്മാർ ഇവന്റെ നേരെ അസൂയ കൊണ്ടാണ് ഈ കുറ്റങ്ങളൊക്കെ ആരോപിക്കുന്നത്, ഇവൻ കുറ്റക്കാരനല്ല എന്ന് ആദ്യം തന്നെ പീലാത്തോസിന് ബോധ്യമായി. അതുകൊണ്ടാണ് ആ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് പുറത്തു വന്നിട്ട് അവൻ യഹൂദന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇത് കേട്ടപ്പോഴേക്കും ഈ ആളുകൾ വലിയ പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പീലാത്തോസിന് ഇതിൽ നിന്ന് എങ്ങനെയായാലും ഒന്ന് തലയൂരണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായി. കാരണം അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല, ശിക്ഷ വിധിക്കുവാനായിട്ട് കാരണമൊന്നും കാണുന്നില്ല. പക്ഷെ ഇവനെ വെറുതെ വിടാമെന്ന് വിചാരിച്ചപ്പോൾ ജനക്കൂട്ടം വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതി പീലാത്തോസ് 3 ഉപായങ്ങൾ അതിനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കർത്താവിനെ വെറുതെ വിടുവാനായിട്ട്. ഒന്നാമതായിട്ട് പീലാത്തോസ് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പെതിയെ മാറി നിൽക്കുവാൻ തക്കവണ്ണം ഹെരോദാവിന്റെ അടുക്കലേക്ക് കർത്താവിനെ ന്യായം വിസ്തരിക്കുവാനായിട്ട് അയക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത പീലാത്തോസിന് മുൻപിലുണ്ട്. റോമാക്കാരുടെ നിയമം അനുസരിച്ച് ഒരാളെ ന്യായം വിസ്തരിക്കുമ്പോൾ അവൻ അവന്റെ സ്വന്തം ദേശത്തെ കോടതിയിൽ അവനെ ന്യായം വിസ്തരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഹെരോദാവ് ആ സമയത്ത് യെരുശലേമിലുണ്ട്. യെരുശലേമിലുള്ള ഹെരോദാവിന്റെ അടുക്കലേക്ക് പടയാളികളുടെ അകമ്പടിയോടുകൂടി എന്ത് ചെയ്യുന്നത്? കർത്താവിനെ പീലാത്തോസ് അയക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ബാക്കി വിധി ഹെരോദാവ് നോക്കിക്കൊള്ളും, തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിക്കൊണ്ട് പീലാത്തോസ് അയക്കുന്നത്. ഹെരോദാവ് കർത്താവിനെ ന്യായം വിസ്തരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പല ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ കർത്താവ് ഹെരോദാവിനോട് ഒരക്ഷരവും മറുപടി പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഹെരോദാവ് നമുക്കറിയാം വളരെ ക്രൂരനായ ഒരു വ്യക്തിയാണ്. യോഹന്നാൻ സ്നാപകനെ കൊന്ന മനുഷ്യനാണ്. യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിന്റെ ജീവിതം ശരിയല്ല, സന്മാർഗമല്ല എന്ന് പറഞ്ഞിട്ടതിന്റെ പേരിൽ അവനെ കൊല്ലുകയും അത് കേട്ടിട്ടും യാതൊരു മാനസാന്തരവും ഇല്ലാതെ വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യനാണ് ഹെരോദാവ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഹെരോദാവിനോട് യാതൊരു മറുപടിയും പറയാതെ മൗനമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെരോദാവും അവന്റെ പടയാളികളും കർത്താവിനെ പരിഹസിക്കുന്നുണ്ട്. ഒരു വെളുത്ത മേലങ്കി ധരിപ്പിക്കുന്നുണ്ട്. കാരണം അടുത്ത രാജാവാകാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ഈ വെളുത്ത മേലങ്കികൾ ധരിക്കുന്നത് ആ കാലത്തെ ഒരു പതിവായിരുന്നു. രാജാവാകാൻ എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്ന ആളുകൾ, റോമ പൗരന്മാർ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ലക്ഷണമായിട്ട് വെളുത്ത മേലങ്കി ധരിക്കുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇവൻ രാജാവാകാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വെളുത്ത മേലങ്കി ഇട്ട് കർത്താവിനെ ഹെരോദാവ് പരിഹസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഹെരോദാവ് എന്ത് ചെയ്യുന്നു? വീണ്ടും പീലാത്തോസിന്റെ അടുക്കിലേക്ക് തന്നെ കർത്താവിനെ മടക്കി അയക്കുന്നു. അപ്പോൾ ഹെരോദാവ് തന്റെ അടുക്കിലേക്ക് കർത്താവിനെ മടക്കി അയച്ചു എന്ന് കണ്ട പീലാത്തോസ് വീണ്ടും കുഴയുകയാണ്. താൻ രക്ഷപ്പെടുവാനായിട്ട് ഇതിൽ നിന്ന് തലയുരുവാനായിട്ട് ശ്രമിച്ചത് വിജയിക്കുന്നില്ല. വീണ്ടും പീലാത്തോസ് കുഴയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ഉപായം സ്വീകരിക്കുവാനായിട്ട് പീലാത്തോസ് തുനിയുന്നുണ്ട്. പീലാത്തോസ് അവരോട് പറയുന്നുണ്ട്, മരണശിക്ഷ വിധിക്കുവാൻ തക്കതായ കുറ്റമൊന്നും ഇവനിൽ കാണുന്നില്ല, പകരം എന്ത് ചെയ്യാം? ഇവനെ അടി കൊടുത്തിട്ട് വിട്ടയക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ അതും സമ്മതിക്കുന്നില്ല. യേശുവിനെ വിട്ടയക്കണമെന്ന് പീലാത്തോസിന് ആഗ്രഹമുണ്ട്. അവൻ കുറ്റമില്ലാത്തവനാണെന്നറിയാം. എന്നാലും യഹൂദന്മാരെ പേടിച്ചിട്ടാണ് ഇവനെ അടി കൊടുത്തിട്ട് വിട്ടയക്കാം, ശിക്ഷ കൊടുത്തിട്ട് വിട്ടയക്കാം എന്ന് പറയുന്നത്. അതും യഹൂദന്മാർ സമ്മതിക്കുന്നില്ല. അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ അവർ ആർത്തു വിളിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ മൂന്നാമത് ഒരു ഉപായം കൂടി പീലാത്തോസ് ഒന്ന് പയറ്റി നോക്കുന്നുണ്ട്. അതാണ് പെരുന്നാളിന്റെ സമയത്ത്
ഒരു തടവുകാരനെ വെറുതെ വിടുക എന്നുള്ള ഒരു പതിവ് ഉണ്ട്. അപ്പോൾ ആ ഒരു പതിവ് പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് പീലാത്തോസ് അവരോട് ചോദിക്കുന്നുണ്ട്, ബറബാസിനെയും കൂടി കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരെയാണ് ഞാൻ വിട്ടുതരേണ്ടത്? ക്രിസ്തുവിനെ ഞാൻ വിട്ടുതരട്ടെ, യേശുവിനെ വിട്ടുതരട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ യഹൂദന്മാർ അതിന് പറയുന്നു, ക്രിസ്തുവിനെ വിടണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി എന്ന് പറഞ്ഞിട്ട് പീലാത്തോസിനെ ഭയപ്പെടുത്തുന്ന ഒരു ഭീഷണിയുടെ ഒരു വാക്കുകൂടി അവർ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് തന്നെ പല കാര്യങ്ങളിൽ പീലാത്തോസിനെതിരെ കംപ്ലൈന്റ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. യഹൂദന്മാരുമായിട്ട് പീലാത്തോസിന് അത്ര നല്ല ബന്ധമല്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. പീലാത്തോസ് അധികാരമേറ്റ സമയത്ത് പീലാത്തോസ് നോക്കിയപ്പോൾ ബാക്കി റോമൻ അധികാരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ചക്രവർത്തിയുടെ പ്രതിമയുണ്ട്. യെരുശലേമിൽ മാത്രമാണ്, യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് ഇല്ലാത്തത്. ഇതിന് മുൻപിരുന്ന ഭരണാധികാരികളൊന്നും അതിന് ശ്രമിച്ചില്ല. കാരണം യഹൂദന്മാർക്ക് പ്രതിമകൾ വെക്കുന്നത് ദൈവനിഷേധമായതുകൊണ്ട് ഇതിനു മുമ്പുള്ള ഗവർണർമാരൊന്നും അതിന് ശ്രമിച്ചില്ല. എന്നാൽ പീലാത്തോസ് ചക്രവർത്തിയുടെ പ്രീതി ലഭിക്കാനായിട്ട് ദേവാലയത്തിന്റെ എതിരായിട്ട് ദേവാലയത്തെ നോക്കി നിൽക്കുന്ന തരത്തിൽ കോട്ടയുടെ മുകളിൽ ചക്രവർത്തിയുടെ പ്രതിമ വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ചരിത്രത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. വലിയ പ്രക്ഷോഭം, പ്രതിഷേധം യഹൂദന്മാരുടെ ഇടയിൽ നിന്നുണ്ടാവുന്നുണ്ട്. പീലാത്തോസിന്റെ അരമനയിലേക്ക് വന്ന് 6 ദിവസത്തോളം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അവര് നടത്തുന്നുണ്ട്. അങ്ങനെ പീലാത്തോസും യഹൂദന്മാരും തമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തുവാനായിട്ട് പീലാത്തോസ് ശ്രമിച്ചു. പക്ഷെ അതൊന്നും വിലപ്പോകുന്നില്ല എന്ന് കണ്ടിട്ട് അവസാനം പീലാത്തോസിന് തോൽവി സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ആ പ്രതിമ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊരു സംഭവം. 2, യെരുശലേമില് വെള്ളത്തിന്റെ വലിയ ദൗർലഭ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനായിട്ട് പീലാത്തോസ് തീരുമാനിക്കുന്നു. അതിനായിട്ട് കയ്യാഫാവിന്റെ രഹസ്യമായ അറിവോടെ മറ്റാരും അറിയാതെ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും പണം പീലാത്തോസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ന്യൂസ് ലീക്ക് ആവുന്നു. മറ്റുള്ളവര് ഇത് അറിയുകയും ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് പണം എടുത്തു എന്ന് അറിഞ്ഞിട്ട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ പ്രതിഷേധം ജനത്തിന്റെ ഇടയിൽ ഉണ്ടായപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തു? മഫ്തിയിൽ മറ്റു വേഷത്തിൽ തൻ്റെ ആൾക്കാരെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അയച്ചു. എന്നിട്ട് താൻ ഒരു സിഗ്നൽ കൊടുത്തപ്പോൾ ഈ ജനക്കൂട്ടത്തെ വേഷം മാറി വന്നിരിക്കുന്ന പീലാത്തോസിന്റെ പോലീസുകാരെ മർദ്ദിക്കുവാനായിട്ടും ജനക്കൂട്ടത്തെ ചിതറിക്കുവാനായിട്ടും ശ്രമിച്ചു. ഇത് അങ്ങനെ ഒരുപാട് ആളുകൾ ചിതറിയോടി അനേകർ അവിടെ മരിക്കുവാനായിട്ടിടയായി. ഇത് യഹൂദ നേതാക്കൾ ചക്രവർത്തിയുടെ അടുക്കൽ പരാതി കൊടുത്തു. അവിടെ പരാതിപ്പെട്ടപ്പോൾ വേഷം മാറി സാധാരണ വേഷത്തിൽ പോലീസുകാരെ നിയോഗിച്ചതിനും സ്ത്രീകളെ മർദ്ദിച്ചതിനുമൊക്കെ ആയിട്ട് ചക്രവർത്തി പീലാത്തോസിനെ ശകാരിക്കുന്നുണ്ട്. മൂന്നാമത് ഒരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. അത് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഏതാണ്ട് 300 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മനോഹരമായ വിശാലമായ ഒരു ഹോള് ഉണ്ടായിരുന്നു. ഇത് അലങ്കരിക്കുവാനായിട്ട് പീലാത്തോസ് എന്ത് ചെയ്യുന്നു? വിജാതീയരായ ദേവന്മാരുടെ ചിത്രമുള്ള പരിചകൾ, ആലേഖനം ചെയ്തിട്ടുള്ള പരിചകൾ ഈ ഹോളിനെ അലങ്കരിക്കുവാനായിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, ഇമേജസും ചിത്രങ്ങളും അന്യദേവന്മാരുടെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്. അവർ ചക്രവർത്തിയുടെ അടുക്കൽ പരാതി പറയുകയും ആ ചിത്രങ്ങളും ആ പരിചകളും ഒക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ചക്രവർത്തി ഉത്തരവിടുകയും ചെയ്തു. ഇങ്ങനെ പലതവണ ചക്രവർത്തിയുടെ അടുക്കൽ തന്റെ പേരിൽ പരാതി പോയിട്ടുള്ളത് പീലാത്തോസിന്റെ ഓർമ്മയിൽ വന്നു. അതുകൊണ്ടാണ് നീ ചക്രവർത്തിയുടെ സ്നേഹിതനല്ല, കൈസറുടെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ഭയപ്പെട്ടത്. കാരണം ഇവരെന്തെങ്കിലും ഒരു കാരണത്താൽ വീണ്ടും ഒരു പരാതി ചക്രവർത്തിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തൻ്റെ ജോലിയെയും തൻ്റെ സ്ഥാനത്തെയും ബാധിക്കും എന്ന് കണ്ട് പീലാത്തോസ് ആ ഭീഷണിയിൽ അവിടെ ഭയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഭയന്നിട്ടാണ് പീലാത്തോസ് സത്യത്തിൽ യേശുവിനെ അവരുടെ ആവശ്യപ്രകാരം, യഹൂദന്മാരുടെ ആവശ്യപ്രകാരം, തനിക്ക് അവനിൽ കുറ്റമൊന്നും കണ്ടെത്തുവാൻ സാധിക്കാഞ്ഞിട്ടും അവനെ ന്യായമനുസരിച്ച് അവനെ വെറുതെ വിടേണ്ടതായിരുന്നിട്ടും യഹൂദന്മാരെ ഭയപ്പെട്ടിട്ട് കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രൂശിക്കുന്ന ആളെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന ഒരു പതിവുണ്ട് ക്രൂശിക്കുന്നതിന് മുൻപായിട്ട്. ഈ ചമ്മട്ടി എന്ന് പറയുന്നത്
ഈ ചാട്ടവാറ്, അതിൻ്റെ അറ്റത്ത് മൂർച്ചയുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ, കൊളുത്തുകൾ ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ചാട്ടവാറ് കൊണ്ട് കുറ്റവാളികളെ ശക്തമായിട്ട് അടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൊളുത്തുകൾ വന്ന് ശരീരത്തിൽ തറച്ചു കയറും. എന്നിട്ട് അതിൽ പിടിച്ച് തിരികെ വലിക്കുമ്പോൾ ഈ ശരീരത്തിലെ മാംസം അതിനോട് ചേർന്ന് ഇളകിപ്പോകും. അത്ര ക്രൂരമായ ഒരു ശിക്ഷാവിധിയാണ്. അപ്പോൾ ക്രൂശിക്കുന്നതിന് മുൻപായിട്ട് ഈ ശിക്ഷാവിധിയിലേക്ക് ആദ്യം കർത്താവിനെ തള്ളിവിടുന്നുണ്ട്. പല ആളുകളും അതിലെന്താ ചെയ്യുന്നത്? ഇങ്ങനെ രണ്ട് കൈയും മുട്ടുകുത്തി നിർത്തി, രണ്ട് കൈയും ഉടുപ്പ് മാറ്റി, രണ്ട് കൈയും ഇരുവശത്തേക്കും വലിച്ചു കെട്ടിയിട്ടാണ് ഇങ്ങനെ മർദ്ദിക്കുന്നത്. അപ്പോൾ ആ അടി കൊള്ളുന്നിടത്തു നിന്നെല്ലാം ശരീരത്തു നിന്ന് മാംസം പറഞ്ഞു പോകുവാനായിട്ട് ഇടയാവും. പല ആളുകളും ആ സമയത്ത് ബോധം നഷ്ടപ്പെട്ട് വീഴുകയൊക്കെ പതിവാണ്. അപ്പോൾ ക്രൂശിക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ചമ്മട്ടി കൊണ്ട് കർത്താവിനെ അടിക്കുവാനായിട്ടും വിട്ടുകൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മതിയാക്കുന്നില്ല, അവരുടെ കോപം അതുകൊണ്ട് തീരുന്നില്ല. ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? മുള്ളുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി കർത്താവിന്റെ തലയിൽ വെക്കുന്നു. ഒരു വടി കൊടുത്തിട്ട് ചെങ്കോല് പോലെ അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഒരു ചുമന്ന മേലങ്കി അവനെ ധരിപ്പിക്കുന്നു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിക്കുന്നതും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കാൽവറിയിലേക്ക് കൊണ്ടുപോവുകയാണ്, ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരുടെ രീതി അനുസരിച്ച് ഈ കുറ്റവാളിയായ മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രൂശിക്കപ്പെടുന്ന മനുഷ്യൻ തന്നെയാണ് കുരിശിൽ തറയ്ക്കുമ്പോൾ അതിൻ്റെ കുറുകെയുള്ള തടി ചുമന്നുകൊണ്ട് പോകേണ്ടത്. നഗരത്തിന്റെ മധ്യത്തിലൂടെ, ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലൂടെ അത് ചുമന്നുകൊണ്ട് പോകണം. ഇങ്ങനെ ഈ തടി കഷ്ണവും ചുമന്നുകൊണ്ട്, കുരിശും ചുമന്നുകൊണ്ട് കർത്താവ് നടന്നു പോകുന്നു. ഇടയിൽ വെച്ച് ഇത്ര ക്രൂരമായ പീഡനം നേരിട്ടത് മൂലം ഇടയിൽ വെച്ച് നടക്കുവാൻ കഴിയാതെ കർത്താവ് തളർന്നു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ കൂടി നിന്ന ജനത്തിൽ നിന്നും ഒരാളെ ഈ ശതാധിപൻ ശ്രദ്ധിച്ചിട്ട് അയാളോട് ഇത് ചുമക്കുവാനായിട്ട് പറയുന്നു. അതിനുള്ള അധികാരം റോമാക്കാർക്കുണ്ട്. തങ്ങൾക്ക് തോന്നുന്ന ഒരാളോട് വിളിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുവാൻ, ഇത് ചെയ്യണം എന്ന് പറയുവാനായിട്ടുള്ള അധികാരം ശതാധിപനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കുറേനക്കാരനായ ശീമോനെ കണ്ടു. അത് വടക്കേ ആഫ്രിക്കയിലെ കുറേന എന്ന സ്ഥലത്ത് നിന്ന് വന്ന യെരുശലേമിലെത്തിയ ആളായിരുന്നു ശീമോൻ എന്ന് പറയുന്നത്. ശീമോനെ കണ്ടിട്ട് ശീമോനോട് കർത്താവിന് വേണ്ടി ഇത് ചുമന്നുകൊണ്ട് പോകുവാനായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ അപ്പോൾ ശീമോൻ വിചാരിച്ചിട്ടുണ്ടാവാം, ഇത് എനിക്ക് വന്ന എന്തൊരു ദൗർഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പിന്നീടായിരിക്കാം ഒരുപക്ഷെ ശീമോന് താൻ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ശീമോനെ പറ്റി പറയുന്നത് രൂഫോസിന്റെയും അലക്സാണ്ടറിന്റെയും അപ്പനായ ശീമോൻ എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. റോമാ ലേഖനത്തിലും ഈ കുടുംബത്തെ പറ്റി വളരെ വിശേഷപരമായിട്ട് ശ്ലാഘിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തോലിക സഭയിൽ ഈ കുടുംബത്തിനൊരു മാന്യസ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ അനുഭവമായിരിക്കാം കർത്താവിന്റെ കുരിശു ചുമന്നുകൊണ്ട് നടന്നു പോയതും കർത്താവിന്റെ ആ പീഡാനുഭവങ്ങളിൽ അത് നേരിട്ട് കണ്ടതും അടുത്തു നിന്ന് കണ്ടതുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വിശ്വാസത്തിലേക്ക് ശീമോനെയും കുടുംബത്തെയും നയിച്ചത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാൽവറിയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കുരിശിൽ തറച്ച് കുരിശ് ഈ തടി മറ്റു തടിയോട് ചേർന്ന് കുരിശുണ്ടാക്കി അതിൽ കർത്താവിനെ കിടത്തുന്നു. ഈ സമയത്ത് ഈ അല്പമെങ്കിലും ഈ വേദന ഒന്ന് കുറഞ്ഞു കിട്ടുവാനായിട്ട് ഈ ചില നല്ല സ്ത്രീകളൊക്കെ ഈ കുരിശിലേക്ക് തറയ്ക്കുന്ന ആളുകൾക്ക് അല്പം മയക്കുമരുന്ന് നിറച്ച വീഞ്ഞ് നൽകുന്ന ഒരു പതിവുണ്ട്. അത് ചെല്ലുമ്പോൾ ബോധത്തിനൊരല്പം ക്ഷയം സംഭവിക്കുകയും വേദന കുറഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷേ കർത്താവിനത് കൊടുത്തപ്പോൾ അവനത് നിരസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം തെളിഞ്ഞ ബോധത്തോടെയാണ്, അറിവില്ലാതെയല്ല, പൂർണ്ണമായ ബോധത്തിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇതിനെ നേരിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിനെ കുരിശിൽ കിടത്തുന്നു. രണ്ട് കൈകളും കാലുകളും കുരിശിനോട് ചേർത്ത് ആണി കൊണ്ട് തറയ്ക്കുന്നു. അതിനുശേഷം കുരിശ് ഉയർത്തി ഒരു ചെറിയ കുഴിയിൽ അതിൻ്റെ കാല് ഉറപ്പിക്കുന്നു. അങ്ങനെ കുരിശിൽ കിടക്കുന്നവരുടെ തല ചുറ്റും നിൽക്കുന്നവരെക്കാളും ഒരല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലാണ് ക്രൂശിക്കുന്നത്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവർ പറയുന്നതും അവർ ചെയ്യുന്നതും ഒക്കെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
അങ്ങനെ കർത്താവിന്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 കള്ളന്മാരെ ക്രൂശിക്കുന്നു. ഒരുപക്ഷെ കർത്താവിനെ കൂടുതൽ അപമാനിക്കാനായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷെ അത് കർത്താവിന്റെ നിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് എവിടേക്കാണ് വന്നത്? പാപികളുടെ ഇടയിലേക്കാണ് വന്നത്. പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് വന്നത്. അവന്റെ മരണവും അങ്ങനെ 2 കള്ളന്മാരുടെ ഇടയിലായിരുന്നു എന്നുള്ളത് അവന്റെ മിഷനും അവന്റെ ദൗത്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ക്രൂശീകരണം കാണാനായിട്ട് വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. പൊതുവെ ഈ പുരോഹിതന്മാരും സെന്നിദ്രിൻ സംഘത്തിലെ അംഗങ്ങളും ഒന്നും ഇവിടേക്ക് വരുന്നതായ പതിവില്ല. എന്നാൽ കർത്താവിന്റെ മരണം നേരിട്ട് കാണുവാനായിട്ട്, അത് ആസ്വദിക്കുവാനായിട്ട്, കർത്താവിനോടുള്ള പക വീട്ടുവാനായിട്ട് അവരും ഇവിടെ വന്ന് നിന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാനസികമായിട്ട് കൂടുതൽ അവനെ തകർക്കുവാൻ തക്കവണ്ണം കുരിശിന്റെ ചുവട്ടിൽ വെച്ച് പറയുന്നുണ്ട്, അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചല്ലോ, ഇവൻ ക്രിസ്തു ആകുന്നെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ടും കർത്താവിനെ പരിഹസിക്കുകയും ചലഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. കർത്താവിന്റെ പരീക്ഷയെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതും ഒരു പരീക്ഷയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അത്ഭുതം കാണിച്ച് ആ കുരിശിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ചുറ്റും നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സ്വാധീനിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. ആ ഒരു പരീക്ഷയായിട്ട്, ആ കുരിശിനെ ഒഴിവാക്കിക്കൊണ്ട് അത്ഭുതത്തിലൂടെ ജനത്തെ നേടാം എന്നുള്ള ഒരു പരീക്ഷയായിട്ട് തന്നെ ഈ പരിഹാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് ആ പരീക്ഷയും അതിജീവിക്കുകയും ക്രൂശ് മരണത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ വസ്ത്രത്തിനായിട്ട് അവർ ചീട്ടിട്ടു എന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ മേലങ്കിയെ പറ്റിയാണ് പറയുന്നത്. അതിനെപ്പറ്റി പറയുന്നത് തുന്നൽ കൂടാതെ നെയ്തെടുത്ത വിലയേറിയ ഒരു മേൽവസ്ത്രമായിരുന്നു കർത്താവിന്റെ മേലങ്കി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് അത്ര വിശേഷപ്പെട്ടതായതുകൊണ്ടാണ് അത് മുറിക്കാതെ, അത് പങ്കുവെക്കാതെ ആർക്കെങ്കിലും ഒരാൾക്ക് ചീട്ടിട്ടിട്ട് അത് നശിപ്പിക്കാതെ അത് സ്വന്തമായിട്ട് എടുക്കാമെന്ന് കരുതി പടയാളികൾ അവന്റെ മേലങ്കിക്ക് വേണ്ടി ചീട്ടിടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പൊതുവെ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ കരുതുന്നത് മക്കൾക്ക് അമ്മമാർ നൽകുന്ന ഒരു സമ്മാനമാണ് ഈ മേലങ്കി എന്ന് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തൻ്റെ മേലങ്കി പട്ടാളികൾ ചീട്ടിടുന്നത് കാണുമ്പോൾ ആ ഓർമ്മകളൊക്കെ ഒരുപക്ഷെ കർത്താവിന്റെ മനസ്സിലേക്ക് വന്നിരിക്കാം. അതിനോട് ചേർന്നാണ് കർത്താവ് യോഹന്നാനും മറിയയും തൻ്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുന്നു. യോഹന്നാനോട് മറിയയോട് തിരിച്ച് ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത് അഭാഗത്താണ്. ഓക്കെ, കർത്താവിനെ ക്രൂശിച്ച സമയത്തെ പറ്റി പറയുന്നത് 3-ാം മണി നേരത്താണ് എന്ന് പറയുന്നുണ്ട്. 3-ാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സമയത്തിൽ പറഞ്ഞാൽ രാവിലെ 9 മണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദന്മാർ അങ്ങനെയാണ് സമയത്തെ 12 മണിക്കൂറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3-ാം മണി എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയുള്ള സമയം കണക്ക് കൂട്ടിയാൽ മതി. 3-ാം മണി എന്ന് പറയുമ്പോൾ രാവിലെ 9 മണി, 6-ാം മണി എന്ന് യഹൂദന്മാർ പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി, 9-ാം മണി എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞുള്ള 3 മണി. അതിനുശേഷം സന്ധ്യയോടുകൂടി 6 മണിയാകുന്നതോടുകൂടി 12 മണിക്കൂർ പൂർത്തിയാവുകയും പുതിയ ദിവസം ആരംഭിക്കുകയും ചെയ്യുന്നു. സന്ധ്യ, രാത്രി, പകൽ, അങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ ക്രമീകരണം യഹൂദന്മാർ പറയുന്നത്. നമ്മൾ കർത്താവ് പഠിപ്പിച്ച ഉപമയിൽ ഈ വേലക്കാർക്ക് കൂലി നൽകുമ്പോൾ 11-ാം മണിക്ക് വന്ന വേലക്കാരെന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്കാണ് ജോലി തീരുന്നതെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ജോലിയിലേക്ക് വന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ ആ സമയം മനസ്സിലാക്കാൻ. അപ്പോൾ 3-ാം മണിയിൽ കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സമയപ്രകാരം രാവിലെ 9 മണിക്ക് കർത്താവിനെ ക്രൂശിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നട്ടുച്ച സമയമായപ്പോൾ 12 മണിയായപ്പോൾ എന്ത് സംഭവിക്കുന്നു? സൂര്യൻ ഇരുണ്ടു പോകുന്നു, ദേശത്തെല്ലാം ഇരുട്ട് വ്യാപിക്കുന്നു. ഏതാണ്ട് 3 മണിക്കൂർ, അതായത് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ, ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ 3 മണിക്കൂർ സമയം ദേശത്ത് സൂര്യൻ ഇരുണ്ടുപോയി, അവിടെ ഇരുട്ട് വ്യാപിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പോഴേക്കും ഏതാണ്ട് 6 മണിക്കൂർ സമയം ക്രൂശിൽ കിടന്നിട്ട് കർത്താവ് പ്രാണനെ വിട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവസാന സമയമെടുത്തു. 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങിക്കിടന്ന കർത്താവ് അതിപരവശനായിട്ട് തീരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പടയാളികൾ വന്നിട്ട് അവന് പുളിച്ച വീഞ്ഞ് കുടിപ്പാനായിട്ട് കൊടുത്തു. കർത്താവ് അത് രുചിച്ചു നോക്കിയതിന് ശേഷം
നിവൃത്തിയായി എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ച സകലവും താൻ പൂർത്തീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ശേഷം അനന്തരം പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തല ചായ്ച്ച് കർത്താവ് പ്രാണനെ വിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. ഈ സംഭവം അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി, പാറകൾ പൊട്ടിച്ചിതറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് കണ്ടിട്ട് റോമൻ ഭരണാധികാരിയുടെ പട്ടാളത്തിന്റെ തലവനായിരിക്കുന്ന ശതാധിപൻ ഏറ്റു പറയുന്നുണ്ടവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറയുന്നു. അവന്റെ മരണം കണ്ടു നിന്ന ലോകത്തിന് പോലും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് അവന്റെ മരണത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവസാന പിന്നീട് നമുക്കുള്ളത് ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവുമാണ്. അല്ലെ, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കർത്താവ് കൊല്ലപ്പെട്ടത് നമ്മൾ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസമാണ്. 6 മണിയാകുമ്പോൾ നമ്മൾ പറഞ്ഞു യഹൂദന്മാരുടെ സമയം അനുസരിച്ച് പുതിയ ദിവസം ആരംഭിക്കും. 6 മണി ആയി കഴിഞ്ഞാൽ ശനിയാഴ്ച സന്ധ്യ തുടങ്ങി എന്നാ പറയുന്നത്. ആ സമയക്രമം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പറയുന്ന സമയക്രമമല്ല. വെള്ളിയാഴ്ച 6 മണി കഴിയുമ്പോൾ ശനി സന്ധ്യ, ശനി രാത്രി, പിന്നീടാണ് ശനി പകൽ വരുന്നത്. അപ്പോൾ ആ തരത്തിലാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം നമുക്കറിയാം യഹൂദന്മാർക്ക് ശബത്ത് ദിവസമാണ്. 3 മണിക്ക് വെള്ളിയാഴ്ച 3 മണിക്ക് കർത്താവ് മരിക്കുന്നു. 6 മണിയാകുമ്പോൾ ശബത്ത് തുടങ്ങും. പിന്നീട് 3 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. സാധാരണഗതിയിൽ ക്രൂശിൽ കിടക്കുന്ന ശവശരീരങ്ങള് കുറുനരികൾക്കോ കഴുകന്മാർക്കോ ഒക്കെ ഭക്ഷണമായിട്ട് തീരുന്നതാണ് പതിവ്. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാർ, കർത്താവിനെ സ്നേഹിച്ചവരിൽ സ്വാധീനമുള്ളവരും ധനം ഉള്ളവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പ്രത്യേകമായിട്ട് അനുവാദം വാങ്ങി അവന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി അടക്കം ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ അരിമത്യയിലെ യോസഫ് ആണ് പീലാത്തോസിന്റെ അടുക്കൽ പോയി അനുവാദം വാങ്ങുന്നത്. അരിമത്യയിലെ യോസഫും നിക്കോദിമോസും കൂടി ചേർന്ന് മാന്യമായ വിധത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വെച്ച് മാന്യമായ വിധത്തിൽ, തിടുക്കത്തിലാണ്, ചുരുങ്ങിയ സമയത്താണെങ്കിൽ പോലും മാന്യമായ വിധത്തിൽ കർത്താവിന്റെ ഖബറടക്കം നടത്തുന്നു. ഈ അരിമത്യയിലെ യോസഫ് തനിക്ക് വേണ്ടി പണിതിട്ട കല്ലറയിലാണ് കർത്താവിനെ അടക്കിയത് എന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സൂചന. ധനാഢ്യരായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തങ്ങൾക്ക് വേണ്ടി തന്നെ കല്ലറകൾ പണിതിടുന്ന പതിവായിരുന്നു. യഹൂദന്മാരുടെ കല്ലറകൾ എന്ന് പറയുന്നത് ഗുഹകളോട് ചേർന്നാണ്. പാറയിൽ ഒരുപക്ഷെ ഗുഹ പോലെ വെട്ടിയുണ്ടാക്കി അല്ലെങ്കിൽ ഗുഹകളോട് ചേർന്ന് അതിനുള്ളിൽ ശവശരീരം വെക്കുവാൻ തക്കവണ്ണം കിടത്തുവാൻ തക്കവണ്ണം അറകൾ ഉണ്ടാക്കി അതിന്റെ വാതിൽക്കൽ ഒരു വലിയ കല്ല് വെച്ച് മൂടുന്ന തരത്തിലാണ് പൊതുവെ യഹൂദന്മാരുടെ കല്ലറകളുള്ളത്. അപ്പോൾ അരിമത്യയിലെ യോസഫ് തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടിരുന്ന പുതിയ കല്ലറയിൽ കർത്താവിന്റെ ശരീരം വെക്കുകയും മാന്യമായിട്ട് അതിനെ കബറടക്കുകയും ചെയ്ത് കല്ലുരുട്ടി അതിന്റെ വാതിൽ അടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ചില രേഖകളിൽ നമ്മൾ കാണുന്നത് ഈ കർത്താവിന്റെ കല്ലറയുടെ വാതിൽക്കൽ വെച്ച കല്ല് അത് വലിയ ഭാരമുള്ളതായിരുന്നു. അതായത് 20 അനേക പുരുഷന്മാർ ബന്ധപ്പെട്ടുന്തി മാത്രമേ ഈ കല്ല് നീക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 20 പേർ, 20 പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് തള്ളിയാൽ പോലും മാറ്റുവാൻ പ്രയാസമുള്ള അത്ര ഭാരമുള്ള കല്ലാണ് കർത്താവിന്റെ കല്ലറയ്ക്കൽ വാതിൽക്കൽ വെച്ചിരുന്നതെന്ന് ചില രേഖകളിൽ നമ്മൾ വായിക്കുവാനായിട്ട് ഇടയാവുന്നുണ്ട്. കാൽവറയ്ക്ക് സമീപം അരിമത്യയിലെ യോസഫ് തനിക്ക് വേണ്ടി പണി കഴിച്ച കല്ലറയിൽ അങ്ങനെ കർത്താവിനെ അടക്കി. കർത്താവിനെ അടക്കം ചെയ്തു. അതുകൊണ്ട് മതിയാവുന്നില്ല. യഹൂദന്മാർക്ക് അതുകൊണ്ട് പോരാഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭരണാധികാരിയുടെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറയുന്നു, ഇവന്റെ ശിഷ്യന്മാർ ഇവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും, ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ക്ലെയിം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കല്ലറയുടെ വാതിൽ സീല് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗവർണറെ കൊണ്ട്, പിലാത്തോസിനെ കൊണ്ട് ആ കല്ലറയുടെ വാതിൽ സീല് ചെയ്യിപ്പിക്കുകയും പടയാളികളെ അവിടെ കാവൽ നിർത്തുകയും ചെയ്തു. ശരീരം ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കുവാൻ തക്കവണ്ണം അത് കാവൽ ചെയ്യുകയും ചെയ്തു. 6 മണി ആയതോടുകൂടി ശബത്ത് ആരംഭിച്ചു. ആ ദിവസം പകൽ ആരും അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നില്ല, അവിടേക്കൊന്നും പോകുന്നില്ല. ആ ശബത്ത് ദിവസം കഴിഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം ശബത്ത് കഴിയുന്ന 6 മണി ആയപ്പോൾ ശബത്ത് കഴിഞ്ഞു. ആ സമയം തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീകൾ കർത്താവിന്റെ ശരീരത്തിൽ വെക്കുവാൻ തക്കണം. മുൻപ് വളരെ തിടുക്കത്തിലാണ് ഇത് ചെയ്തത് എന്ന് കണ്ടു. അപ്പോൾ തങ്ങൾക്കും കുറച്ചുകൂടി
ഗൗരവകരമായി കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധവ്യഞ്ജനമൊക്കെ വെച്ച് ബഹുമാനപൂർവ്വം കുറച്ചുകൂടി അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട് സ്ത്രീകൾ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നു. ഞായറാഴ്ച പ്രഭാതത്തിൽ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഇവരെവിടേക്ക് ഓടി ചെല്ലുന്നു? കല്ലറയിലേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ ഇത്ര ഭാരമുള്ള കല്ല് ആരുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടാണ് അവർ കല്ലറയിലേക്ക് ഓടി ചെല്ലുന്നത്. എന്നാൽ അവരവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? കല്ല് ഉരുട്ടി മാറ്റിയതായിട്ട് കാണുന്നു. വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വർത്തമാനം അവരെ അറിയിക്കുന്നു. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോട് ഇത് അറിയിക്കുവാനായിട്ട് അവരോട് പറയുന്നതായിട്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ കാണുന്നത് മറിയ കല്ലറയിലേക്ക് പോകുമ്പോൾ ശവക്കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അവൾ ഓടിപ്പോയി പത്രോസിനെയും യോഹന്നാനെയും വിവരം ധരിപ്പിച്ചു. പത്രോസും യോഹന്നാനും അത് കല്ലറയിലേക്ക് ഓടി വരുന്നു. യോഹന്നാനാണ് ആദ്യം എത്തിയത്. എന്നാൽ കല്ലറയിൽ കയറുന്നില്ല, വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. പിന്നാലെ പത്രോസും എത്തുന്നു. അവർ കല്ലറയിലേക്ക് കയറി അവിടെ കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ ശീലകൾ കിടക്കുന്നത് കാണുന്നു. ശീലകൾ മാത്രമല്ല, അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ, തുണി, അത് വേറെ ഒരു സ്ഥലത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവര് കാണുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് അവർക്ക് ബോധ്യപ്പെടുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യം വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ മറിയ എന്നാൽ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പുറത്തു നിന്ന് കരയുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവളുടെ അടുക്കലേക്ക് വരികയും അവളെ പേരെടുത്ത് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് മറിയയ്ക്ക് ദർശനം കൊടുക്കുന്നു. പിന്നീട് അതേ ദിവസം തന്നെ എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ശിഷ്യന്മാർ യെരുശലേമിൽ കൂടിയിരിക്കുന്ന മുറിയിൽ വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ തോമസ് ആ സമയത്തില്ലായിരുന്നു. 8 ദിവസം കഴിഞ്ഞ് പിറ്റേ ആഴ്ച തോമസും കൂടി ഉള്ളപ്പോൾ കർത്താവ് അവരുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രത്യക്ഷതകളെല്ലാം എവിടെ വെച്ചാണ് നടക്കുന്നത്? യെരുശലേമിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നീട് മറ്റ് പലയിടങ്ങളിലും കർത്താവ് പ്രത്യക്ഷത നൽകുന്നത് നമ്മൾ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഗലീല കടലിൽ മീൻ പിടിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനാവുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളും നമ്മൾ അവിടെ കാണുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഇനിയുള്ള ഒരു ചോദ്യം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചുള്ള ഈ വിവരണങ്ങളൊക്കെ സത്യമാണോ? ഇത് വിശ്വസിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. ആദ്യകാലം തൊട്ട് തന്നെ ഇത് സത്യമല്ല എന്ന് പറയുന്ന പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ പലപ്പോഴായിട്ട് ഇതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഉയർത്തുന്ന 1-2 ചലഞ്ചസ് എന്തൊക്കെ? ഒന്ന്, അവർ പറയുന്നു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഈ വിവിധ സുവിശേഷങ്ങളിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. എന്നാൽ അതിനുള്ള മറുപടി എന്താ? സത്യത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ സംഭവം ശിഷ്യന്മാർക്ക് ഒരു വലിയ അത്ഭുതമായിരുന്നു. ഈ ശിഷ്യന്മാരാരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ കർത്താവ് കൊല്ലപ്പെട്ടത് കണ്ട് അവരുടെ ആശ നശിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്നവരായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് യാതൊരു ചിന്തയും അവരുടെ മനസ്സിലില്ലായിരുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നറിയുമ്പോൾ അവരെ ആ സംഭവത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ആ വലിയ സന്തോഷത്തിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സന്തോഷത്തിനാണ് അവരുടെ ശ്രദ്ധ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെയും എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് നടക്കുന്ന സംഭവങ്ങളും അതിൻ്റെ ക്രമങ്ങളുമൊക്കെ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ 4 സുവിശേഷങ്ങളിലും ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് എഴുതിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നാം, ഇതിവർ തമ്മിൽ ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു കഥയാണോ എന്ന് സംശയം തോന്നാം. എന്നാൽ ഇതിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതലായി നമുക്ക് വിശ്വസിക്കുവാനുള്ള സാധ്യതയാണ് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വേറെ ചില ആളുകൾ ഉയർത്തുന്ന വാദമാണ്, സത്യത്തിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നു. ക്രൂശിൽ വെച്ച്
ആ വേദന നിമിത്തം അവൻ ബോധം നശിച്ച് ഇരിക്കുകയായിരുന്നു. കല്ലറയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോധം വരികയും അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തു എന്നുള്ള ഒരു വാദം ചില ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ അതും ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല. കാരണം ഇത്ര ക്രൂരം, ഇനി അങ്ങനെയാണ് എങ്കിൽ തന്നെ ഇത്ര ക്രൂരമായ പീഡനം സഹിച്ച ഒരു മനുഷ്യന്, ശരീരം മുഴുവൻ തകർന്നു പോയ ഒരു മനുഷ്യന് കല്ലറയുടെ ഉള്ളിൽ നിന്ന് അവനെ ചുറ്റിയിരുന്ന ഈ ശീലകൾ മാറ്റി ആ കല്ലറയിൽ 20 പേര് തള്ളിയാൽ പോലും നീങ്ങുവാൻ പ്രയാസമുള്ള ആ കല്ല് ഉരുട്ടി മാറ്റി എങ്ങനെയാണ് തനിച്ച് പുറത്തു പോകുവാനായിട്ട് സാധിക്കുക? പുറത്തു നിൽക്കുന്ന പടയാളികളുടെ ശ്രദ്ധ പിടിക്കാതെ എങ്ങനെയാണ് പുറത്തു പോകുവാനായിട്ട് സാധിക്കുക? അത് മാത്രമല്ല, ക്രൂശിൽ വെച്ച് പടയാളികൾ തന്നെ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ കർത്താവ് മരിച്ചിരുന്നുവെന്ന് പടയാളികൾ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാദവും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വേറെ ഒരു വാദം, പ്രത്യേകിച്ചും യഹൂദന്മാർ തന്നെ ഉയർത്തിയ ഒരു വാദം, ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു വാദം വയ്ക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഇത്രയും സീല് ചെയ്ത് പടയാളികൾ നിൽക്കുന്ന ഇടത്തു നിന്ന് ശിഷ്യന്മാർക്ക് അത് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഏതാണ്ട് 50 ദിവസത്തിനുള്ളിൽ തന്നെ ശിഷ്യന്മാർ വലിയ ധൈര്യത്തോടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഒരു കെട്ടുകഥയാണ് അതെങ്കിൽ, ഇത് സത്യമല്ല എങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർ പ്രസംഗിക്കുമ്പോൾ തന്നെ അവന്റെ ചുറ്റുമുള്ള ആളുകൾ അത് എതിർക്കേണ്ടതാണ്. എന്നാൽ ഇത് പ്രസംഗിച്ചപ്പോൾ അവനെ കൊന്ന ആളുകളുടെ മധ്യത്തിൽ തന്നെ ഇത് പ്രസംഗിച്ചിട്ടും അവരാരും ഇതിനെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കർത്താവിനെ ക്രൂശിച്ചവർക്ക് പോലും, അവന്റെ ശത്രുക്കൾക്ക് പോലും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മനസ്സിലായിരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട്. വേറൊന്ന്, കർത്താവിന്റെ പ്രത്യക്ഷതകൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന പ്രത്യക്ഷതകൾ ശിഷ്യന്മാരുടെ ഭാവനയായിരുന്നു എന്നുള്ളതാണ്. അവരത് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ തോന്നിയതാണ് എന്ന് ചില ആളുകൾ വാദം പറയുന്നുണ്ട്. പക്ഷെ അതിനും നമുക്കുള്ള മറുപടി അങ്ങനെയല്ല എന്ന് പറയുവാനായിട്ടുള്ള കാരണം, നമ്മൾ പറഞ്ഞു ശിഷ്യന്മാരാരും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചിരുന്നു. അവർ വിഷമത്തോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഒരിക്കലും അവരുടെ മുൻപിൽ നടന്നതായിട്ട് തോന്നുവാനായിട്ട് സാധ്യതയില്ല. മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ വെച്ച് വിവിധ സാഹചര്യങ്ങളിലാണ് കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവുന്നത്. എമ്മൗസിലോട്ട് പോകുന്നവർ വഴി നടക്കുന്ന സമയത്താണ്. മീൻ പിടിക്കുവാനായിട്ട് പോകുന്നവർ കടൽക്കരയിൽ വെച്ച് കർത്താവിനെ, അവരുടെ ജോലിയുടെ മധ്യത്തിൽ കർത്താവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഹാലൂസിനേഷൻ അല്ല, അല്ലെങ്കിൽ അവർക്ക് തോന്നിയതല്ല, മറിച്ച് ഇത് സത്യമായും സംഭവിച്ച കാര്യമാണ് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് തോന്നലല്ല, ഇത് കേവലം ഒരു ചില ആളുകൾ പറയും ഇത് കേവലം ഒരു ദർശനം മാത്രമാണ്, ഒരു വിഷൻ മാത്രമാണ്, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ അതും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരികയും തനിക്ക് തൻ്റെ ശരീരം തൊട്ടു നോക്കുവാനായിട്ട് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് മാംസവും അസ്ഥിയും ഉണ്ടല്ലോ, ഭൂതങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ, എനിക്ക് മാംസവും അസ്ഥിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം തൊട്ടു നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കടൽ തീരത്തിരുന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു തോന്നലല്ല, ഒരു വിഷനല്ല, ഒരു ദർശനമല്ല, മറിച്ച് ശരിക്കും നടന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചരിത്ര സത്യമാണ് എന്നുള്ളതിന് ഉള്ള ചില 1-2 സാധ്യതകൾ, തെളിവുകൾ കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്ന്, അതിന്റെ ഏറ്റവും ശക്തമായ തെളിവെന്ന് പറയുന്നത് അപ്പോസ്തലന്മാർക്ക് സംഭവിക്കുന്ന രൂപാന്തരമാണ്. കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ, കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു ശിഷ്യ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. യഹൂദന്മാരിൽ നിന്നും ഒളിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ 50 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഭയപ്പെട്ടവർക്ക് സംഭവിക്കുന്ന വലിയ രൂപാന്തരമാണ്. ആരെ ഭയന്നാണോ അവർ ഒളിച്ചിരുന്നത്, ആ ശത്രുക്കളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു ഭാവനയാണെങ്കിൽ, ഒരു കെട്ടുകഥയാണെങ്കിൽ ഈ ധൈര്യം അവർക്ക് എങ്ങനെയാ ലഭിക്കുക? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണെങ്കിൽ അങ്ങനെ ഒരു കഥ ഒരിക്കലും ഈ ശിഷ്യന്മാർക്ക് ആ ധൈര്യം നൽകുകയില്ല. മറിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർ നേരിട്ട് കണ്ട് അറിഞ്ഞതുകൊണ്ടാണ് അവരുടെ ഭയം മാറി ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് അവർ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി
വാസ്തവമായിട്ട് പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു രൂപാന്തരം ഭയപ്പെട്ട് വരുന്നവരിൽ നിന്നും ധൈര്യസമേതം ഇത് പ്രസംഗിക്കുന്ന ആളുകളായിട്ട് ഏതാണ്ട് 50 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്നതായ ഈ രൂപാന്തരം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കർത്താവിനെ ക്രൂശിച്ച അതേ നഗരത്തിൽ യെരുശലേമിൽ തന്നെയാണ് ശിഷ്യന്മാരുടെ പ്രസംഗം കേട്ടിട്ട് 50 ദിവസം കഴിയുമ്പോൾ പ്രസംഗം കേട്ടിട്ട് വലിയ ജനക്കൂട്ടം ഇതിനോട് ചേരുവാനായിട്ട് ഇടയാവുന്നത്. ഒരിക്കലും ഇതൊരു കെട്ടുകഥയാണെങ്കിൽ ഇത്രയേറെ ജനം അത് വിശ്വസിച്ചുകൊണ്ട് ആ സഭയോട് ചേരുവാനായിട്ട് ഇടയാവുകയില്ല. മറിച്ച് ഇതൊരു വാസ്തവമായ സത്യമാണ് എന്ന് ഇത് കേട്ട ജനങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ച ശത്രുക്കളുടെ മധ്യത്തിൽ യെരുശലേമിൽ തന്നെ വലിയൊരു കൂട്ടം സഭയോട് ചേരുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് സഭയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് സഭ ധൈര്യപൂർവ്വം നിലനിൽക്കുന്നത്. പിന്നീട് സഭയ്ക്ക് പല പീഡനങ്ങൾ ഉണ്ടായപ്പോഴും പല പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോഴും തകർന്നു പോകാതെ ഇന്നും ക്രിസ്തു സഭ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസവും ആ കർത്താവിന്റെ നടത്തിപ്പും ഉള്ളത് കൊണ്ടാണ് തകർന്നു പോകാതെ സഭ നിലനിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അവസാനമായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏതാണ്ട് 40 ദിവസം ശിഷ്യന്മാർക്ക് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പ്രത്യക്ഷനാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. താൻ മരണത്തിന്റെ മേൽ ജയം നേടി ജീവിക്കുന്നുവെന്നുള്ള ഉറപ്പ് ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം താൻ അവരോട് കൂടെയുണ്ട്, അവരുടെ ഏത് ജീവിത സാഹചര്യത്തിലും താൻ അവരോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ഈ 40 ദിവസം കൊണ്ട് കർത്താവ് അവർക്ക് നൽകുന്നുണ്ട്. ഇനിയും കർത്താവിന് സ്വർഗത്തിലേക്ക് മടങ്ങി പോകേണ്ടത് ആവശ്യമാണ്. അവനൊരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ആ സംഭവത്തിന് ഒരു അവസാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതായ സമയത്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരെ ബെഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ഏത് മഹത്വത്തിലാണോ ദൈവമായി അവൻ ഇരുന്നത് അതേ മഹത്വത്തിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും മടങ്ങി വരും എന്നുള്ള ഉറപ്പും കൂടി നൽകിക്കൊണ്ടാണ് കർത്താവ് മടങ്ങിപ്പോകുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ നമ്മളത് വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് പോകുന്ന കർത്താവിനെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരോട് അപ്പോൾ 2 പുരുഷന്മാർ അവരുടെ സമീപേ വന്ന് നിന്നിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂതന്മാർ വന്ന് പറയുകയാണ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് തന്നെ താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പലതവണ തൻ്റെ വരവിനെ പറ്റി പറയുന്നുണ്ട്. അവന്റെ പുനരാഗമനത്തിങ്കൽ യേശു ലോകത്തിന്റെ മേൽ ന്യായവിധി നടത്തും എന്ന് പറയുന്നുണ്ട്. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുകയും ഓരോരുത്തർക്കും അർഹമായത് നൽകുകയും ചെയ്യുമെന്നും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് മടങ്ങി വരുമെന്നുള്ള ഉറപ്പുണ്ട്. ആ മടങ്ങി വരവിൽ കർത്താവ് സകല ലോകത്തെയും ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മടങ്ങി വരവിൽ എന്താണ് സംഭവിക്കുക? ദൈവരാജ്യം അതിന്റെ പൂർണ്ണമായ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. ദൈവരാജ്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമാകുന്നത് എവിടെയാണ്? കർത്താവിന്റെ 2-ാമത്തെ മടങ്ങി വരവെങ്കിലാണ്. കർത്താവിന്റെ വരവെങ്കിൽ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ കൾമിനേഷനിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഇടയാകും. അവിടെയും ഒരു കാര്യമുള്ളത്, പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഏത് സമയത്താണ് കർത്താവ് മടങ്ങി വരുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഉറപ്പില്ല. കർത്താവ് പറയുന്നത് അത് പിതാവ് മാത്രം അറിയുന്നു, പുത്രൻ പോലും, സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രന്മാരോ പോലും അറിയുന്നില്ല എന്നാ പറയുന്നത്. കർത്താവിന്റെ വാക്കുകളിൽ തന്നെ ചില സൂചനകളുണ്ട്. കർത്താവ് വേഗം മടങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ വരവിന് ചില കാലതാമസം ഉണ്ടാകും എന്നുള്ള സൂചനയുണ്ട്. അതുപോലെ തന്നെ ഈ സമയം എപ്പോഴാണ് എന്ന് മനുഷ്യർക്ക് അറിയുവാൻ കഴിയുന്നതല്ല എന്നും കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് കർത്താവ് വരുന്നതെന്ന് പറയുന്നില്ല.
എന്നാൽ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യമാണ്. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എപ്പോഴാണ് എന്ന് നമ്മൾ അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് അതിനു വേണ്ടി പ്രതീക്ഷയോടെ ഒരുങ്ങിയിരിക്കാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിനുള്ള ഈ ഒരു ഒരുക്കമായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയാവട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.